പ്രതിഷേധമാണ്. വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ്. സ്കൂളിനകത്ത് സ്കൂൾ വളപ്പിലേക്ക് ഓടിക്കയറുകയാണ്. ഗേറ്റ് തള്ളി തുറന്ന പ്രവർത്തകർ എത്തിയിരിക്കുന്നു. ശരത്തിന്റെ വിവരങ്ങളുമായി സ്കൂൾ കെട്ടിടം തകർന്നു വീണ വിഷയത്തിലാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം വരുന്നത്. ശരത്, ഇപ്പോൾ വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന രീതിയിലാണല്ലോ പ്രതിഷേധം നീങ്ങുന്നത്. എന്താണ് വിവരങ്ങൾ? ശ്രുതി, നിലവിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരാണ് സ്കൂളിലേക്ക് കയറിയിരിക്കുന്നത്. പോലീസ് സ്കൂളിന്റെ ഗേറ്റ് അടച്ച് തടഞ്ഞെങ്കിലും പ്രവർത്തകർ അതിക്രമിച്ച് കയറുകയായിരുന്നു. ഗേറ്റ് ഉൾപ്പെടെ തള്ളി തുറന്ന് പ്രവർത്തകർ ഇപ്പോൾ സ്കൂളിനകത്തേക്ക് കയറിയിരിക്കുന്നത്. എവിടെ SM എന്ന് ചോദിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെയും KSU പ്രവർത്തകരും സ്കൂളിനകത്ത് ഇപ്പോൾ കയറിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ വലിയ പ്രതിഷേധം സംഘർഷാവസ്ഥയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പ്രവർത്തകരൊക്കെ തന്നെ തള്ളിക്കയറുകയായിരുന്നു. പെട്ടെന്ന് പ്രവർത്തകർ പ്രതിഷേധവുമായി സ്കൂളിലേക്ക് കടന്നു കയറുകയും തുടർന്ന് ഗേറ്റ് തള്ളി തുറന്നു. അതായത് നേരത്തെ മാധ്യമപ്രവർത്തകരെയും ഒക്കെ തന്നെ പുറത്താക്കിക്കൊണ്ട് പോലീസ് ഇട്ടടച്ചിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. ഗേറ്റ് തള്ളി ചവിട്ടി തുറന്നുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഗേറ്റിനകത്ത് സ്കൂളിനകത്തേക്ക് സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒക്കെ തന്നെ പ്രവർത്തകർ. വലിയ പ്രതിഷേധമാണ്. അല്പസമയം മുമ്പ് BJPയുടെ പ്രതിഷേധം നടന്നു. പിന്നാലെയാണ് പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസും യൂത്ത് കോൺഗ്രസിന്റെയും ഒപ്പം KSUവിന്റെയും അടക്കമുള്ള പ്രവർത്തകരുടെ എത്തിയിരിക്കുന്നത്. സ്കൂൾ പ്രധാന അധ്യാപകൻ ഇവിടെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് പ്രതിഷേധം തീരുമാനിച്ചിരുന്നത്. രാവിലെ തന്നെ ഇന്നലെ തന്നെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടാകുമെന്നുള്ളത് ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു. പിന്നാലെ ഇപ്പോൾ പ്രതിഷേധമായി എത്തുകയും തുടർന്ന് ഗേറ്റ് തള്ളി തുറന്ന് സ്കൂളിനകത്തേക്കും പ്രിൻസിപ്പാൾ മുറിയിലേക്കൊക്കെ തന്നെ കയറാൻ ശ്രമിച്ചു. പ്രധാന അധ്യാപകനെ കാണാതെ ഇപ്പോൾ സ്കൂൾ കോമ്പൗണ്ടിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഒക്കെ തന്നെ പ്രവർത്തകർ. തുടങ്ങിയ പ്രതിഷേധങ്ങളുടെ തുടർച്ചയാണ്. പ്രതിഷേധം അത് റിപ്പോർട്ട് ചെയ്യാൻ വന്ന മാധ്യമങ്ങളെ തടയുന്ന പഞ്ചായത്ത് അംഗത്തെ അടക്കം നമ്മൾ കണ്ടതാണ്. സ്കൂളിലേക്ക് ഇപ്പോൾ തള്ളിക്കയറിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് കടന്നിരിക്കുന്നു. കാർത്തികപ്പള്ളി സ്കൂളിൽ, ആലപ്പുഴ കാർത്തികപ്പള്ളി സ്കൂളിൽ നിന്നുള്ള വിവരങ്ങളാണ് ശരത് നൽകിക്കൊണ്ടിരിക്കുന്നത്. മിഥുന്റെ മരണശേഷം അപകടകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന സ്കൂളുകളുടെ അവസ്ഥ അത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നുള്ള വലിയ ആവശ്യം എല്ലാ കോണുകളിൽ നിന്നും ഉയരുമ്പോഴാണ് ഇപ്പോൾ കാർത്തികപ്പള്ളി സ്കൂളിലെ മേൽക്കൂര തകർന്നു വീണത്. അതാണിപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ ഏറ്റെടുത്തിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരാണ് സ്കൂളിലേക്ക് എത്തിയത്. സ്കൂളിലെ പുതിയ കെട്ടിടത്തിൽ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ സ്കൂളിലെത്തിയ മാധ്യമപ്രവർത്തകരെ CPM പഞ്ചായത്ത് അംഗം നിപുവിന്റെ നേതൃത്വത്തിൽ തടഞ്ഞതാണ് വലിയ പ്രതിഷേധത്തിനിടയാക്കിയത്. അതുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിസിറ്റി ബോർഡോ കറണ്ടോ മറ്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോ കൊടുക്കാതെ എങ്ങനെയാണ് CPMന്റെ 4 സഹാക്കന്മാർ ഇവിടെ വന്ന് ഈ അനുമതിയില്ലാത്ത ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിനകത്ത് കയറി ബെഞ്ച് ഡെസ്ക് ഇട്ടിട്ട് ഇന്ന് പഠനം അനുവദിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾ പരിശോധിക്കണ്ടേ? കളക്ടർ ഉത്തരവ് എങ്ങനെയാണ് അത് കളക്ടർ ഉത്തരവിട്ടാൽ പോലും അതിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം പൂർത്തിയാക്കിയോ എന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകർ പരിശോധിച്ചോ? കുട്ടികൾ ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂളിൽ ഇനി ഈ സ്കൂൾ ഇന്ന് ഇവിടെ ഇന്നലെ വരെ പ്രവർത്തിച്ച പറയട്ടെ നിങ്ങൾ സംസാരിക്കല്ലേ? ഇന്നലെ വരെ കോൺഗ്രസിന്റെ പഞ്ചായത്താണെങ്കിലും ശരി, വിദ്യാഭ്യാസ വകുപ്പ് ഇന്നലെ ചേർത്തലയിൽ 2 സ്കൂളുകൾ ഉദ്ഘാടനം മാറ്റിവെച്ചല്ലോ. ഈ തേവലക്കരയിൽ നിങ്ങൾ സംസാരിക്കാൻ പറയാം. തേവലക്കരയിൽ ഒരു സ്കൂള് സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. CPM ഇഷ്യൂ അതായത് CPMന്റെ പഞ്ചായത്ത് അംഗം നിപുവിനെ ഇപ്പോൾ കയ്യേറ്റം ചെയ്തിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും CPM പ്രവർത്തകരും തമ്മിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇരുകൂട്ടരും ചേരിതിരിഞ്ഞ് അടിയിലേക്ക് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തി. പോലീസ് ഇവരെ പിടിച്ചു മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ വലിയ സർക്കത്തിലേക്കാണ്. പ്രവർത്തകരൊക്കെ തന്നെ പോലീസിനെ തടഞ്ഞു നിർത്തുന്നുണ്ടെങ്കിൽ പോലും CPMന്റെ നിപുവിനെ അടക്കം ഇപ്പോൾ മർദ്ദിച്ചിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പിടിച്ചു മാറ്റാൻ പോലീസ് ഒരു ഭാഗത്ത് ശ്രമിക്കുന്നു. പക്ഷേ പോലീസിനെ പോലും കയ്യേറ്റം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്രതിഷേധം നടക്കുന്നത്. പോലീസിന് നേരെ കല്ലേറടക്കമല്ല
മറ്റു വസ്തുക്കളൊക്കെ എടുത്ത് പാത്രങ്ങളൊക്കെ എടുത്ത് എറിയുന്ന സമീപനത്തിലേക്ക് പ്രതിഷേധം മാറിയിരിക്കുന്നു. വലിയ പ്രതിഷേധത്തിലേക്ക് ഈ സംഘർഷത്തിനിടെ ഈ പഞ്ചായത്ത് അംഗം അവിടേക്ക് വന്നത് എന്തിനാണ്? നേരത്തെ പഞ്ചായത്ത് അംഗത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നതാണ്. അപ്പോൾ ഒരു പഞ്ചായത്ത് അംഗം ഇപ്പോൾ പ്രവർത്തകരുമായിട്ടാണ് അങ്ങോട്ടേക്ക് എത്തിയത്. സ്മൃതി, അതാണ് സംഭവം. അതായത് രാവിലെ മുതൽ തന്നെ പഞ്ചായത്ത് അംഗം വിഭുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഇവിടെ ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകരടക്കം ഇവരാണ് പിടിച്ചു മാറ്റിയത്. അങ്ങനെ ഈ സ്കൂളിന് മുൻവശം തടിച്ചുകൂടുകയും മാധ്യമപ്രവർത്തകർ പുറത്തുനിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് പോലും ഇവർ തടയുകയും ചെയ്തിരുന്നു. ആ രീതിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം എത്തിയ സമയത്തും ഇവർ അതേ സമീപനം സ്വീകരിച്ചു. തുടർന്നാണ് ഇപ്പോൾ കല്ലേർ ഇവിടെ കസാരയും മറ്റുമൊക്കെ എടുത്ത് ഇരു കൂട്ടരും ചേരി തിരിഞ്ഞ് എറിയുകയാണ്. സ്മൃതി, പാത്രങ്ങളും മറ്റുമൊക്കെ ഈ ബിജെപിക്കാരും യൂത്ത് കോൺഗ്രസുകാരും ഒപ്പം CPI-ക്കാരും തമ്മിൽ പരസ്പരം ഏറെ നടത്തുകയാണ്. സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രവീൺ അടക്കമുള്ള നേതാക്കളാണ് ഈ പ്രതിഷേധത്തിനുള്ളത്. ഒപ്പം നിബു അടക്കമുള്ള ആളുകൾക്ക് നേരെയും പ്രതിഷേധം തുടരുന്നുണ്ട്.